الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. واحد في أسمائه، واحد في صفاته، واحد في ذاته، ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട മഹാ വ്യക്തിത്വത്തിനുടമയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങളെ ഒന്നൊഴിയാതെ കൃത്യമായി പഠിപ്പിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കാൻ വേണ്ടി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ അവിടുത്തെ ജന്മദിനത്തിന് വല്ല പ്രത്യേകതയുമുണ്ടോ? അത് ആഘോഷിക്കപ്പെടേണ്ടതാണോ? ഇതാണ് ഇന്ന് നമുക്കിടയിലുള്ള വലിയ ഒരു ചർച്ച, തർക്കം എന്നുള്ളത്. വിശ്വാസികളെ, ഒന്നാം പ്രമാണമായ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒന്ന് നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാം പ്രമാണമായ സുന്നത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജന്മദിനാഘോഷത്തെ കുറിച്ച് ഒരു പരാമർശവും അവിടെ നടത്തിയിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്മയുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജന്മദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടില്ല. വിശ്വാസികളെ, ജന്മദിനാഘോഷത്തെ കുറിച്ച് കൊണ്ടുപോലും പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസ്ലുൽ അമലിൽ മൗലിദ് ബിദ്അത്തുൻ, അതിന്റെ ആ മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ അത് ബിദ്അത്താണ് എന്നുള്ളതാണ്.
മാലിക് മദ്ഹബുകാരനായ ഇമാം ഫാക്കിഹാനിയുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക. അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഹുവ ബിദ്അത്തുൻ, അതൊരു പുത്തനാചാരമാണ്. അഹ്ദസഹൽ ബത്വാലൂന വശഹവതു നഫ്സിൻ ഇഅ്തനാ ബിഹൽ അക്കാലൂൻ. ആ പുത്തനാചാരമായിട്ടുള്ള, ആ ബിദ്അത്തായി കൊണ്ടുള്ള ആ ജന്മദിനമാഘോഷമുണ്ടല്ലോ, അതിനെ കൊണ്ടുവന്നത് തീറ്റക്കൊതിയന്മാരാകുന്നു. ആഭാസന്മാരും തീറ്റക്കൊതിയന്മാരായ ആളുകളും കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളെ തീർത്തും പറയാം, നമ്മുടെ നാടുകളിൽ ഒരുങ്ങാനിരിക്കുന്ന ആ ജന്മദിനാഘോഷം വിശ്വാസികളെ അന്ന് നമ്മൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കേണ്ടുന്ന സന്ദർഭമാണ്. അന്ന് ആഘോഷിക്കുവാനുള്ള സന്ദർഭമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതുപോലെ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു നമ്മളെയും സ്നേഹിച്ചിട്ടുണ്ട്. നോക്കേ നിങ്ങള്, നാളെ വിചാരണയുടെ രംഗങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ സമീപത്ത് പോകുന്ന രംഗങ്ങളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ എന്റെ സമൂഹമാണ്, അവരെ ഒന്ന് വിചാരണക്കെടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറയുമെന്നുള്ളതാണ്. വിശ്വാസികളെ, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുവാനുള്ള, അഥവാ ഉത്തരം പെട്ടെന്ന് ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കേണ്ടുന്ന അവസരം പോലും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ വ്യാപ്തിയും വിശാലതയും വിശ്വാസികളെ നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും ഉറപ്പായും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വതഅജ്ജല നബിയിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും അത് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. وإني اختبأت دعوتي شفاعة لأمي يوم القيامة, തീർച്ചയായും എന്റെ പ്രാർത്ഥന എന്റെ സമുദായത്തിന് അന്ത്യനാളിൽ ഞാൻ ശഫാഅത്തിനായി നീക്കി വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇവിടെ നടക്കായിരുന്നു. പക്ഷെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോടുള്ള സ്നേഹത്താൽ, നമ്മളോടുള്ള ഇഷ്ടത്താൽ, മുഹബ്ബത്തിനാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, സഹോദരിമാരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുള്ള സ്നേഹം, അതുകൊണ്ട് തിരിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ തരുണിമണികളായ നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ജനങ്ങളെക്കാൾ എല്ലാറ്റിനും ഉപരി നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല. വിശ്വാസികളെ, ഇത് പറഞ്ഞത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതക്ക് അനിവാര്യമായ ഘടകമാണ് അല്ലെ? ആ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് സ്നേഹിച്ചില്ലേ? ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, സമ്പത്തിനേക്കാൾ, കൂടപ്പിറപ്പുകളേക്കാൾ. ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോ എത്രയെത്ര ചരിത്രങ്ങളാണ് വിശ്വാസികളെ നമുക്ക് പഠിക്കുവാനുള്ളത്. നമ്മുടെ ഈമാനിനെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന
എത്ര ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വിഷയത്തിൽ അഥവാ ആ വർഷത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മീലാദ് അത് എന്നാണ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെയാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12 വിഷയത്തിൽ തർക്കമില്ല. അത് സ്ഥിരപ്പെട്ട് വന്ന വിഷയമാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ നാടുകളിൽ ഒന്നും ആലോചിക്കാതെ ഭക്ഷണം കഴിച്ച് ആഘോഷിച്ച്, അതുപോലെ തന്നെ റോഡുകൾ നീളെ നടന്നുകൊണ്ട് റാലി നടത്തിക്കൊണ്ടൊക്കെ ഞങ്ങളും പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്, ഇതൊന്നും ആഘോഷിക്കാത്തവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്തവരാണ് എന്നുള്ള ഭാവത്താൽ നടക്കുന്ന സഹോദരങ്ങളെ, ഒന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ വിഷയങ്ങൾക്കും എതിരല്ലേ അന്നവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് നിങ്ങൾ ഉപദ്രവത്തെ മാറ്റണമെന്ന് പഠിപ്പിച്ച ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും, എത്ര നമ്മൾ നിയന്ത്രിച്ചാലും, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരാൾ അവന്റെ ഹൃദയത്തിൽ വിചാരിക്കുകയാണ് ഇതാണോ ഇവരുടെ പ്രവാചക സ്നേഹം എന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ അത് കാരണം ബുദ്ധിമുട്ടിയാൽ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിലപാട്? നമ്മൾ ആത്മാർത്ഥമായി കൂടി ചിന്തിക്കുക. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെയോ അവിടുത്തെ മഹത്വത്തെയോ തകർക്കാതെ സ്നേഹിച്ചു. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഓടി വരികയാണ്. ചരിത്രം നമ്മളൊക്കെ കേട്ടവരാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ സൗബാൻ അങ്ങയെ വന്ന് കാണാറുണ്ട്. പക്ഷേ വഇന്നി തദക്കർതു മൗതി വ മൗതക, ഞാൻ എന്റെ മരണത്തെക്കുറിച്ച് ആലോചിച്ചു പോയി, അങ്ങയുടെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. നാളെ പരലോകത്ത് അങ്ങ് ഉന്നതമായ പദവിയിലിരിക്കുമ്പോൾ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള പ്രയാസമാണ് എന്നെ ഈ കരയിപ്പിച്ചത്, താങ്കളുടെ അടുത്തേക്ക് എന്നെ എത്തിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ വചനം അവതീർണമാവുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെ അനുസരിച്ചുവോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുവോ, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവര്. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഈ 4 വിഭാഗം ആളുകളുടെ കൂടെ അവർ എത്ര നല്ല കൂട്ടുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. വർഷത്തിൽ ഒരു കൊടി പിടിച്ചത് കൊണ്ട് പ്രവാചക സ്നേഹമാകുന്നില്ല. ഭക്ഷണം വിളമ്പിയത് കൊണ്ടോ അല്ലെങ്കിൽ മാല കെട്ടിത്തൂക്കിയത് കൊണ്ടോ രാത്രി കുറെ മധുഗാനങ്ങൾ പറഞ്ഞത് കൊണ്ടോ ഒന്നും അത് പരിപൂർണമാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബിദ്അത്തിന്റെ മേഖലകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ചരിത്രം നമ്മളൊക്കെ കേട്ടവരാണ് പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തോടുള്ള സ്നേഹം, അവിടുന്ന് തിരിച്ചങ്ങോട്ടുമുള്ള സ്നേഹം ചരിത്രം നമ്മെ ഏറെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി ഹിജ്റ പോകുന്ന രംഗങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ നടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു കഴിയുമ്പോ പിറകോട്ട് വരുന്നു. യാത്ര തുടർന്നു പോകുന്ന രംഗങ്ങളിലൂടെ പിറകോട്ട് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വദാ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, അബൂബക്കറേ, ഇത് എന്തൊരു നടത്തമാണ് നീ നടക്കുന്നത്? നീ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ നീ നടക്കുകയെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, പ്രവാചകരെ, അങ്ങയുടെ മുന്നിലൂടെ ഞാൻ നടന്നു പോകുമ്പോ എനിക്ക് ഭയമാണ്. ശത്രുക്കൾ അങ്ങയെ പിന്നിൽ നിന്ന് ആക്രമിച്ചാലോ?
അപ്പൊ ഞാൻ വേഗം പിന്നോട്ട് വരും. പിന്നിലോട്ട് വന്നാലോ അങ്ങേ ശത്രുക്കൾ മുന്നിൽ വന്ന് ആക്രമിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുമ്പോ ഞാൻ അങ്ങോട്ട് വരും. എങ്ങനെ നടന്നാലും അള്ളാന്റെ റസൂലെ എനിക്കൊരു സമാധാനം കിട്ടണില്ല, അങ്ങയെ ശത്രുക്കൾ ആക്രമിച്ചാലോ എന്ന് കരുതിയിട്ട്. നോക്കൂ പ്രിയപ്പെട്ടവരെ, സ്വന്തം ശരീരത്തിനല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാധാന്യം കൊടുത്തത്. സ്വന്തം നഫ്സ് കാക്കണമെന്നല്ല, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മണൽത്തരി പോലും തട്ടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ രൂപത്തിൽ പ്രൊട്ടക്ട് ചെയ്തു. ഉഹുദ് യുദ്ധത്തിൽ മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടുക്കുകയാണ്. ശരീരത്തിൽ 80ഓളം മുറിവുകളായി, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ നിന്ന് രക്തം പുണർന്നു പോകുമ്പോഴും എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈഫാണല്ലോ, എന്റെ ഹബീബിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച ത്വൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. സ്വഹാബ വനിതകളോ, മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി പിരിവ് ആവശ്യപ്പെട്ടു. സ്വഹാബ, യുദ്ധത്തിന് പോകണം, നിങ്ങളുടെ അടുത്തുള്ള സംഭാവനകൾ നൽകണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് വീട്ടിലേക്ക് പോയവർ, അവരുടെ മറ്റുള്ള രംഗങ്ങളിലേക്ക് നീങ്ങിയവർ ഉള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ കൊടുത്തു. സ്വഹാബത്തിനറിയാം, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അത് പരലോകത്തേക്കുള്ള മുതൽ കൂട്ടാൻ. കുന്തം കൊണ്ടുവന്നു കൊടുത്തവർ, പാത്രം വന്നു കൊടുത്തവർ, അതുപോലെ തന്നെ പണവും മറ്റു സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തവർ. ഈ സന്ദർഭത്തിലാണ് മഹദിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എങ്ങനെ വരുന്നറിയോ? മുലകുടി പ്രായത്തിലുള്ള ചെറിയ ഒരു കുഞ്ഞുമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അല്ല, ഈ ഒരു ചെറിയ കുഞ്ഞുമായി എന്തിനാണ് നീ ഇപ്പോ വന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് യുദ്ധത്തിന് വേണ്ടി ആവശ്യം അഥവാ സംഭാവന സഹകരിക്കണമെന്ന് പറഞ്ഞു. എന്റെ അടുക്കൽ തരാൻ ഒന്നുമില്ല, എന്റെ അടുക്കൽ അങ്ങക്ക് തരാൻ ഒന്നുമില്ല, മുലകുടി പ്രായത്തിലുള്ള എന്റെ ഈ പിഞ്ചു കുഞ്ഞല്ലാതെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങൾ നനഞ്ഞു കുതിർന്ന് സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി നിൽക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനിതയോട് ചോദിക്കുകയാണ്, അല്ല പെണ്ണേ, ഈ ഒരു ചെറിയ മുലകുടി പ്രായത്തിലുള്ള ഈ കുഞ്ഞുമായി കൊടും ഭീകരത നിറഞ്ഞ ആ യുദ്ധത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാനാണ്? ആ സ്വഹാബ വനിത പറഞ്ഞ മറുപടി, പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, അങ്ങക്ക് വരുന്ന ഓരോ അമ്പുകളെയും എന്റെ കുഞ്ഞിനെ ഒരു പരിചയാക്കിക്കൊണ്ട്, ഒരു മറയാക്കിക്കൊണ്ട് അങ്ങ് ഉപയോഗിച്ചു കൊള്ളുക. സ്വന്തം കുഞ്ഞിനെയാണ് സ്വഹാബാമനത്ത് വിട്ടുകൊടുത്തത്. ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസികളെ, നമുക്ക് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ സ്നേഹിക്കാനില്ലെങ്കിലും നമുക്ക് ആത്മാർത്ഥമായി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതുണ്ട്, അല്ലെ? കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷം ഖലീഫയായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷം ഖലീഫയായിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അലി റളിയല്ലാഹു അൻഹു 5 വർഷവും ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12.5 വർഷവും, ഇങ്ങനെ ഏകദേശം 30 വർഷം നീണ്ടുനിന്ന ഈ ഖുലഫാ റാഷിദീങ്ങൾ ആരും നബിദിനം ആഘോഷം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ആഘോഷം നമുക്കും ആവശ്യമില്ല. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാൻ, അവിടുത്തെ അധ്യാപനങ്ങളെ പുൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, എങ്ങനെയാണ് നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടുന്ന ആധുനികപരമായ രീതി പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അലാമത്തു ഹുബ്ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനോടുള്ള സ്നേഹത്തിന്റെ അടയാളം ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കൊണ്ടുവന്ന ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലാമത്തു ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഹുബ്ബുസ് സുന്ന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റുക എന്നുള്ളതാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, മറ്റുള്ള ഇടപാടുകളിലും, നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്ത് പറഞ്ഞുവോ, എന്ത് പഠിപ്പിച്ചുവോ അത് കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതിന്റെ അടയാളം. അതല്ലാതെ ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും